Hi, my topic is working of generative adversarial network GAN. First of all, we want to know the GAN. What is GAN? Generative adversarial network are a powerful class of neural network that are used for unsupervised learning. ന്യൂറൽ നെറ്റ്വർക്കിലെ ഒരു പവർഫുൾ ക്ലാസ്സാണ് GAN. അത് യൂസ് ചെയ്യുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിന്, മെഷീൻ ലേണിങ്ങിലെ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ഇയാൻ ജെ ഗുഡ്ഫെല്ലോ 2014. ഇയാൻ ജെ ഗുഡ്ഫെല്ലോ പറഞ്ഞ ഒരു റിസർച്ച് 2014 ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു ക്ലാസ്സാണ്. It is basically made up of a system of two competing neural network models which compete with each other and are able to analyze, capture and copy the variations within a data set. ഇത് രണ്ട് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ രണ്ട് മോഡൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത് മേഡപ്പ് ചെയ്തിട്ടുള്ളത്. അത് പരസ്പരം കോമ്പീറ്റ് ചെയ്യും. അതുപോലെ ഇതിന് ഡാറ്റാ സെറ്റിനെ അനലൈസ് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും ഡാറ്റാ സെറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ കോപ്പി ചെയ്യാനും ഇതിന് കഴിയും. ഇതിൻ്റെ വർക്കിംഗ്, ഹൗ ഡസ് GANs വർക്ക്? ജനറേറ്റീവ് അഡ്വേഴ്സറിയൽ നെറ്റ്വർക്ക്സ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു 3 parts. നമുക്കിതിന് 3 parts ആയിട്ട് ബ്രേക്ക് ചെയ്യാം: ജനറേറ്റീവ്, അഡ്വേഴ്സറിയൽ ആൻഡ് നെറ്റ്വർക്ക്സ്. ജനറേറ്റീവ് മോഡൽ എന്താ വെച്ചാൽ ഹൗ ദ ഡാറ്റ ഈസ് ജനറേറ്റഡ് ഇൻ ടേംസ് ഓഫ് പ്രോബബിലിസ്റ്റിക് മോഡൽ. പ്രോബബിലിസ്റ്റിക് മോഡലിൽ ടേംസിൽ ഡാറ്റ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ജനറേറ്റീവ് മോഡൽ. നെക്സ്റ്റ് അഡ്വേഴ്സറിയൽ. ഒരു അഡ്വേഴ്സറിയൽ സെറ്റിങ്സിൽ ഡാറ്റാ സെറ്റിനെ ട്രെയിൻ ചെയ്യുന്ന മോഡലാണ് അഡ്വേഴ്സറിയൽ മോഡൽ. നെക്സ്റ്റ് നെറ്റ്വർക്ക്. യൂസ് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആസ് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൽഗോരിതംസ് ഫോർ ട്രെയിനിങ് പർപ്പസ്. ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് നമ്മളെ ഇതിനെ GANസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്സിലുള്ള AI ആൽഗോരിതംസ് യൂസ് ചെയ്യാം. In GANs, there is a generator and a discriminator. The generator generates fake samples of data and tries to fool the discriminator. അതായത് GANസിൽ മെയിനായിട്ട് 2 മോഡൽസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അതാണ് ഒന്ന് ജനറേറ്റീവ് ആൻഡ് നെക്സ്റ്റ് ഡിസ്ക്രിമിനേറ്റർ. ഈ ജനറേറ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫേക്ക് സാമ്പിൾസ് ഓഫ് ഡാറ്റ, വാട്ട് എവർ അവർ ഇൻപുട്ട് ഇമേജ് ഓർ ഓഡിയോ എക്സെട്ര, നമ്മൾ ഫേക്ക് സാമ്പിൾസ് ഓഫ് ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ട്രൈ ടു ഫൂൾ ദ ഡിസ്ക്രിമിനേറ്ററിനെ ഫൂൾ ചെയ്യുക. അതായത് ഫേക്ക് സാമ്പിൾസ് ഓഫ് ഡാറ്റ നമ്മൾ ഡിസ്ക്രിമിനേറ്റർക്ക് ജനറേറ്റർ വഴി പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അത് ഡിസ്ക്രിമിനേറ്ററെ ഐഡൻറ്റിഫൈ ചെയ്യും, ഈസി ടു ഫേക്ക് ഓർ റിയൽ ഡാറ്റ. ഇതാണ് പറയുന്നത്. ദ ഡിസ്ക്രിമിനേറ്റർ ഓൺ ദ അതർ ഹാൻഡ് ട്രൈസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ റിയൽ ആൻഡ് ഫേക്ക് സാമ്പിൾസ്. ദ ജനറേറ്റർ ആൻഡ് ദ ഡിസ്ക്രിമിനേറ്റർ ആർ ബോത്ത് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് ദ ബോത്ത് റൺ ഇൻ കോമ്പറ്റീഷൻ വിത്ത് ഈച്ച് അതർ ഇൻ ദ ട്രെയിനിങ് ഫേസ്. അതായത് ട്രെയിനിങ് ഫേസിൽ ഡിസ്ക്രിമിനേറ്ററും ജനറേറ്ററും കോമ്പറ്റ് ചെയ്തിരിക്കും. ജനറേറ്റർ ഫേക്ക് ഡാറ്റനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്ക്രിമിനേറ്റർ അതിനെ ഫേക്ക് ഡാറ്റനെ റിയൽ ഡാറ്റ സാമ്പിൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് രണ്ടും കോമ്പറ്റ് ചെയ്യും. The steps are repeated several times, and in this the generator and the discriminator get better and better in their respective jobs after each repetition. അത് ട്രെയിൻ ചെയ്യുമ്പോൾ ഓരോ ഫേക്ക് ഡാറ്റ കൊടുക്കും, അതുപോലെ റിയൽ ഡാറ്റയും കൊടുക്കും. ഇത് കൊടുക്കും തോറും ഇത് റിപ്പീറ്റ് ചെയ്യും തോറും ഇതിൻ്റെ പെർഫോമൻസ് കൂടും തോറും അതിൻ്റെ ജോബ് പെർഫെക്റ്റ് ആവും. അതായത് ട്രെയിനിങ് ചെയ്യും തോറും അത് രണ്ടും ജനറേറ്റർ ഫേക്ക് ഡാറ്റ ജനറേറ്റ് ചെയ്യും, അതുപോലെ നമ്മൾ ഡിസ്ക്രിമിനേറ്റർ അത് ഐഡൻറ്റിഫൈ ചെയ്യും, ഫേക്ക് ആണോ റിയൽ ആണോ. അത് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് വരെ അതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷന്.
അതായത് നമ്മളൊരു റാൻഡായിട്ട് വേരിയബിൾസിനെ സെലക്ട് ചെയ്തിട്ട് ജനറേറ്റർക്ക് കൊടുക്കും. അത് ഫേക്ക് ഡാറ്റ ആയിരിക്കും. ജനറേറ്റർ എപ്പോഴും ജനറേറ്റ് ചെയ്യുക ഫേക്ക് ഡാറ്റ, ഫേക്ക് സാമ്പിൾസ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഡിസ്ക്രിമിനേറ്റർക്ക് റിയൽ ഡാറ്റ സാമ്പിൾസും ഇടയിൽ കൊടുക്കും, അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുണ്ടോ ഇല്ലയെന്നറിയാൻ. ഡിസ്ക്രിമിനേറ്റർ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്തിൻ്റെ ബേസിലാണോ അത് ഫേക്ക് ആണോ റിയൽ ആണോ മനസ്സിലാക്കണത്, ആ കണ്ടീഷൻ വെച്ചിട്ട് അത് ചെക്ക് ചെയ്യും. അങ്ങനെ ഫേക്ക് ആണെങ്കിൽ ഫേക്ക് ആണെന്ന് തിരിച്ചറിയും, റിയൽ ഡാറ്റനെ റിയലാക്കി മനസ്സിലാക്കും. അത് ഇതിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് റിപ്പീറ്റ് ചെയ്യുന്നത് രണ്ടിൻ്റെയും പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Here the generative model captures the distribution of data and is trained in such a manner that it tries to maximize the probability of the discriminator in making mistake. Generative model Here the generative model captures the distribution of data and is trained in such a manner that it is tried to maximize the probability of the discriminator in making a mistake. ജനറേറ്റീവ് മോഡലിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഡിസ്ക്രിമിനേറ്ററിന് മാക്സിമം മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും കൂടിയിട്ടാണ് അതിനെ ട്രെയിൻ ചെയ്യുക. അത് പറയണം, ട്രൈ ടു മാക്സിമൈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഡിസ്ക്രിമിനേറ്റർ ഇൻ മേക്കിംഗ് എ മിസ്റ്റേക്ക്. അതായത് അതിന് മാക്സിമം ഫേക്ക് ഡാറ്റാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ട്രെയിൻ ചെയ്യാം. The discriminator, on the other hand, is based on a model that estimates the probability that the sample that it got is received from the training data and not from the generator. പക്ഷെ ഡിസ്ക്രിമിനേറ്റർ ഒരു ഡാറ്റനെ കിട്ടുമ്പോൾ അത് ചെക്ക് ചെയ്യുക, അത് അതിനെ ട്രെയിനിങ് ഫേസിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ഡാറ്റയാണോ എന്ന് മാത്രമാണ്, അല്ലാതെ ജനറേറ്ററിൽ നിന്ന് വന്ന ഡാറ്റ ആണോ എന്നല്ല ചെക്ക് ചെയ്യുക. അതായത് അതിന് ട്രെയിനിങ് ഫേസിൽ അതിന് കിട്ടുന്ന ഡാറ്റ, ട്രെയിനിങ് സമയത്ത് അതിന് കിട്ടുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ റിയൽ ഡാറ്റ വെച്ചിട്ട് അതിനെ ട്രെയിൻ ചെയ്യാണ്, അല്ലാതെ ജനറേറ്ററിൽ നിന്ന് വന്നതാണോ എന്നല്ല നോക്കുന്നത്. കാരണം അതിന് ട്രെയിൻ ചെയ്യുമ്പോൾ റിയൽ ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യുമ്പോൾ അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത് റിയൽ ആണെന്ന്, റിയൽ ഡാറ്റ ആണെന്ന്. ജനറേറ്ററിൽ നിന്ന് ആയതുകൊണ്ട് അത് ഫേക്കായിട്ടും അത് ഐഡൻറ്റിഫൈ ചെയ്യും. The GANs are formulated as a minimax game where the discriminator is trying to minimize its reward V of DG and the generator is trying to minimize the discriminator's reward, or the other words maximize its loss. അതായത് മിനിമാക്സ് ഗെയിമിലൊക്കെ ഈ ഗാൻസിൻ്റെ തിയറാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്താ വെച്ചാൽ മിനിമാക്സ് തിയറം വെച്ചിട്ടാണ് ഡിസ്ക്രിമിനേറ്റർ ട്രൈയിങ് ടു മിനിമൈസ് ഇറ്റ്സ് റിവാർഡ്. ഡിസ്ക്രിമിനേറ്റർ ഫേക്ക് ഡാറ്റാസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിമിനേറ്റർ ഫേക്ക് ഡാറ്റാസിനെ കുറക്കാനാണ് നോക്കുക, റെഡ്യൂസ് ചെയ്യാനാണ് നോക്കുക. ആൻഡ് ദ ജനറേറ്റർ ഈസ് ട്രൈയിങ് ടു മിനിമൈസ് ദ ഡിസ്ക്രിമിനേറ്റേഴ്സ് റിവാർഡ്. ഡിസ്ക്രിമിനേറ്ററിൻ്റെ റിവാർഡിനെ മിനിമൈസ് ചെയ്യാനാണ് ജനറേറ്റർ ട്രൈ ചെയ്യുക. അതായത് അതിനെ ഫേക്ക് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ഒരു മിസ്റ്റേക്ക് വരുത്താനാണ് ജനറേറ്റർ ട്രൈ ചെയ്യാം. ഇത് മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് മിൻ മാക്സ് ജി ഡി വി ഓഫ് ഡി ജി. വി ഓഫ് ഡി ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിവാർഡിനാണ് പറയുന്നത്. ഇ എക്സ് പി ഡാറ്റ ഓഫ് എക്സ് ലോഗ് ഡി ഓഫ് എക്സ് പ്ലസ് ഇ സെഡ് പി സെഡ് ഓഫ് സെഡ് ലോഗ് ഓഫ് 1 മൈനസ് ഡി ഓഫ് ജി ഓഫ് സെഡ്. ഇവിടെ ജി എന്ന് പറഞ്ഞാൽ ജനറേറ്റർ, ഡി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റർ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പി ഓഫ് ഡാറ്റ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിയൽ ഡാറ്റ സാമ്പിൾസ് ആണ് പറയുന്നത്. പി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ജനറേറ്ററിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. എക്സ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഫ്രം പി ഓഫ് ഡാറ്റ എക്സ്, അതായത് റിയൽ ഡാറ്റ സെറ്റിലുള്ള ഓരോ ഡാറ്റിനെയാണ് പറയുന്നത് സാമ്പിളിനെ. സെഡ് എന്ന് പറഞ്ഞാൽ ജനറേറ്ററിന് വരുന്ന ഓരോ സാമ്പിൾ ഡാറ്റിനെയാണ് പറയുന്നത്. ഡി ഓഫ് എക്സ് പറഞ്ഞാൽ നെറ്റ്വർക്കാണ്, ഡിസ്ക്രിമിനേറ്ററിൻ്റെ നെറ്റ്വർക്ക്. ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ജനറേറ്റർ നെറ്റ്വർക്കുമാണ്.
അതിൻ്റെ ടോട്ടൽ സം ഓരോ റിപ്പീറ്റേഷനും ഓരോ ഫേസിലുള്ള, അതായത് ഓരോ ഡാറ്റനെ കിട്ടുമ്പോഴും അതിൻ്റെ ഔട്ട്പുട്ടിനെ സമ്മാണ് ഈ എക്സ്പോണൻഷ്യലാണ്, സിഗ്മയാണ്. അതായത് ടോട്ടൽ റിവാർഡ്സ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ബേസിക്കലി ട്രെയിനിങ് എ GAN ഹാസ് 2 പാർട്സ്. അതിൻ്റെ ട്രെയിനിങ് ഫേസ് എന്ന് പറഞ്ഞാൽ 2 പാർട്സ് ആയിട്ടാണ്. പാർട്ട് 1 ദ ഡിസ്ക്രിമിനേറ്റർ ഈസ് ട്രെയിൻഡ് വൈൽ ദ ജനറേറ്റർ ഈസ് ഐഡിയൽ. ഡിസ്ക്രിമിനേറ്റർ ട്രെയിൻ ചെയ്യുമ്പോൾ ജനറേറ്റർ ഐഡിയൽ ആയിരിക്കും. ഇൻ ദിസ് ഫേസ് ദ നെറ്റ്വർക്ക് ഈസ് ഓൺലി ഫോർവേഡ് പ്രൊപ്പഗേറ്റഡ് ആൻഡ് നോ ബാക്ക് പ്രൊപ്പഗേഷൻ ഈസ് ഡൺ. ഇവിടെ ഫോർവേഡ് പ്രൊപ്പഗേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ ഉണ്ടാവില്ല. ദ ഡിസ്ക്രിമിനേറ്റർ ഈസ് ട്രെയിൻഡ് ഓൺ റിയൽ ഡാറ്റ ഫോർ എൻ എപക്സ് ആൻഡ് സി ഇഫ് ഇറ്റ് ക്യാൻ കറക്റ്റ്ലി predict them as real. Also, in this phase, the discriminator is also trained on the fake generated data from the generator and see if it can correctly predict them as fake. അതായത് ഡിസ്ക്രിമിനേറ്ററിനെ ട്രെയിൻ ചെയ്യുമ്പോൾ റിയൽ ഡാറ്റനെ ഒരു എപെക്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു എണ്ണാണ്, നമ്പർ ഓഫ് ഡാറ്റ സെറ്റാണ് പറയുന്നത്. അത് നമ്പർ ഓഫ് ഡാറ്റ ആണ് പറയുന്നത്. അത് ട്രെയിൻ ചെയ്യും, അത് റിയൽ ഡാറ്റയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് വരെ. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേറ്ററിനെ ജനറേറ്റഡ് ഡാറ്റ വെച്ചിട്ടും അതിനെ ട്രെയിൻ ചെയ്യും. എന്തിനാ വേണ്ടിച്ചാന്ന് വെച്ചാൽ ആ ജനറേറ്ററിന് ഡാറ്റ ഡിസ്ക്രിമിനേറ്റർ കൊടുക്കുമ്പോൾ ഫേക്ക് ആണെന്ന് അതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് വരെ അതിനെ ട്രെയിൻ ചെയ്യും. ഇനി നെക്സ്റ്റ് ജനറേറ്ററിൻ്റെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഡിസ്ക്രിമിനേറ്റർ ഐഡിയൽ ആയിരിക്കും. ആഫ്റ്റർ ദ ഡിസ്ക്രിമിനേറ്റർ ഈസ് ട്രെയിൻഡ് ബൈ ദ ജനറേറ്റർ ഫേക്ക് ഡാറ്റ ഓഫ് ദ ജനറേറ്റർ, വി ക്യാൻ ഗെറ്റ് ഇറ്റ്സ് predictions and use the result for training the generator and get better from the previous state and try and fool the discriminator. അതായത് ഡിസ്ക്രിമിനേറ്ററിനെ ട്രെയിൻ ചെയ്തതിന് ശേഷം ജനറേറ്ററിനുള്ള ഫേക്ക് ഡാറ്റ വെച്ചിട്ട് ഈ ജനറേറ്ററിനെ ട്രെയിൻ ചെയ്യും. വി ക്യാൻ ഗെറ്റ് ഹിസ് പ്രഡിക്ഷൻസ്. അത് ഡിസ്ക്രിമിനേറ്ററിന് നമുക്ക് അതിൻ്റെ പ്രഡിക്ഷൻസ് കിട്ടും. ഫേക്ക് ആണെങ്കിൽ അത് വീണ്ടും ജനറേറ്ററിനെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യും. അതുപോലെ ഗെറ്റ് ബെറ്റർ ഫ്രം ദ പ്രീവിയസ് സ്റ്റേറ്റ്, അത് ബെറ്റർ ആക്കുള്ളൂ. ജനറേറ്ററിൻ്റെ എഫിഷ്യൻസി അത് ഇൻക്രീസ് ചെയ്യിക്കും. The above method is repeated for a few epochs and manually check the fake data if it seems genuine. If it seems acceptable, then the training is stopped. Otherwise, it is allowed to continue. അതായത് നമ്മൾ കുറേ ഡാറ്റാസിനെ അങ്ങനെ ഡാറ്റ സെറ്റിലെ കുറേ ഡാറ്റാസിനെ അങ്ങനെ ട്രെയിനിങ്ങിൽ കൊടുത്തിട്ട് ജനറേറ്ററിനെ ഡിസ്ക്രിമിനേറ്ററിനെ നമ്മൾ ട്രെയിൻ ചെയ്യും. എന്നിട്ട് ഡിസ്ക്രിമിനേറ്റർ ചെയ്യുന്ന ഡാറ്റ ഫേക്ക് ആണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്ന് നമ്മളത് മാനുവലി ചെക്ക് ചെയ്യും. ഫേക്ക് ഡാറ്റനെ മാനുവലി ചെക്ക് ചെയ്യും. അത് ജെന്യുവിൻ ആണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്ര ട്രെയിൻ ചെയ്തിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.